Hi all, today we are going to discuss second part of biotechnology, principles and processes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ഹാഫ് ഡിസ്കസ് ചെയ്യുമായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമായിരുന്നു. നിങ്ങളതെല്ലാം മിടുക്കരായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് ടൈം കിട്ടുന്ന പോലെ അതെല്ലാം നോക്കുക. നിങ്ങൾ ഒരു എക്സാമിൻ്റെ ടൈമിലും റിവിഷൻ ടൈമിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത് കൂടുതൽ ബെനിഫിഷ്യൽ ആവും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ സമയം അനുസരിച്ച് ഏറ്റവും മിടുക്കരായിട്ട് യൂസ് ചെയ്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്, നമുക്കറിയാം ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തുക, അല്ലേ? ക്വസ്റ്റ്യൻസിലൂടെയാണ് ഓരോ പോയിന്റ്സിലേക്ക് എത്തുക. അതിനെ ഏറ്റവും വൈസ്ലി യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക, ഏറ്റവും മിടുക്കരായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്ത ബയോടെക്നോളജിയുടെ അതായത് എന്താണ് ടു പ്രിൻസിപ്പിൾസ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്, അതിലെ ടൂൾസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ റീകോം DNA ടെക്നോളജി നമ്മൾ ഡീൽ ചെയ്തു. അവിടെ നമ്മൾ പഠിച്ചത് തന്നെയായിരുന്നു. അവിടെ നമ്മൾ ഡീൽ ചെയ്തത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ്, എൻസൈംസ് ഉണ്ട്, വെക്ടർ ഉണ്ട്, ഹോസ്റ്റ്, അല്ലേ? എൻസൈംസിനെ കുറിച്ച്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച്, വെക്ടർ ആൻഡ് ഹോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തു. പ്രോസസ്സിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് പ്രോസസ്സിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രോസസ്സാണ്. ഐസൊലേഷൻ ഓഫ് DNA നമ്മൾ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ലൈറ്റ് ക്യാൻസർ ഉപയോഗിച്ചിട്ട് സെല്ല് തുറന്ന് അതിനകത്തുനിന്ന് DNA പുറത്തെടുത്ത് ചിൽഡ് എഥനോൾ ആഡ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്തു, അല്ലേ? അതിനുശേഷം DNA ഫ്രാഗ്മെൻറ്റ് ചെയ്തു ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആൻഡ് ദെൻ സെപ്പറേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു എലൂഷൻ എന്ന പ്രോസസ്സ് വഴി. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത് എങ്കിൽ മക്കളെ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുക റിമൈനിങ് പോർഷൻ ഓഫ് ദ ചാപ്റ്റർ ആണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഇതൊരു പ്രോസസ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എൻസൈംസും വെക്ടറും ഹോസ്റ്റും ഒക്കെ വീണ്ടും നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ പോയിക്കൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആർ യു റെഡി? ഓക്കെ, നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണെന്ന് നോക്കാം. സി, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ റീകോം DNA is directly injected into the nucleus of animal. See, recom DNA, what do you mean recombinant DNA? What do you mean recom DNA? We know that vector DNA like gene of interest or foreign gene or alien gene or transgene introduce ചെയ്തപ്പോൾ to form recombinant DNA. നമുക്കറിയാം ഒരു വെക്റ്റർ റീകോമിനൻ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാ മക്കളെ? സെലക്റ്റബിൾ മാർക്കർ. എന്തുപയോഗിക്കും? സെലക്റ്റബിൾ മാർക്കർ. കോമൺലി യൂസ്ഡ് സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആണ്, ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ നമുക്കറിയാം. അപ്പോൾ ആംഫിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആണ് നമ്മൾ കോമൺലി യൂസ്ഡ് സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ അങ്ങനെയുള്ള സെലക്റ്റബിൾ മാർക്കർ ഉപയോഗിച്ച് നമ്മൾ റീകോമിനൻ്റ് ആണോ എന്നൊക്കെ അറിഞ്ഞ റീകോമിനൻ്റ് DNA നമ്മൾ എങ്ങനെയാണ് ആനിമൽ സെല്ലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക? ആനിമൽ സെല്ലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് മൈക്രോ ഇഞ്ചെക്ഷൻ. എന്താണ് മെത്തേഡ്? മൈക്രോ injection. This is the technique. See, what is micro injection? Micro injection എന്ന് പറഞ്ഞാൽ മൈക്രോ പിപ്പറ്റ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റീകോം DNA മൈക്രോ പിപ്പറ്റിൽ എടുത്തിട്ട് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഓർ പിപ്പറ്റഡ് ഔട്ട് ദീസ് റീകോം DNA ഇൻറ്റു ദ ന്യൂക്ലിയസ് ഓഫ് ആനിമൽ സെൽ. എങ്ങോട്ടാണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുക? ന്യൂക്ലിയസ് ഓഫ് ആനിമൽ സെൽ. ആനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് നേരെ പിപ്പറ്റ് ഔട്ട് ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് പിപ്പറ്റ്, മൈക്രോ പിപ്പറ്റ്. ദാറ്റ് ഈസ് മൈക്രോ ഇഞ്ചെക്ഷൻ. അത് നമ്മൾ ആനിമൽ സെല്ലിലാണ് ചെയ്യുക. അപ്പം നമുക്കറിയാം ആനിമൽ സെല്ല് ട്രാൻസ്ഫോമൻ്റ് ആവും ഓർ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയി മാറും, ആനിമൽ സെല്ല് ട്രാൻസ്ഫോമൻ്റ് ആയി മാറും. ക്ലിയർ? ആൻഡ് അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ബയോലിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ്. ബയോലിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് ബയോലിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആർക്കാണ്? ഫോർ ആനിമൽസിലേക്കല്ല, പ്ലാന്റ്സിലേക്കാണ്, പ്ലാന്റ് സെല്ലുകളിലേക്കാണ്. ബയോലിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ജീൻ ഗണ്ണാണ്. ഇതിൽ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഫിലമെൻ്റ് ഉണ്ട് ഇവിടെ. അവിടേക്ക് നമ്മൾ റീകോംബിനൻ്റ് DNA കോട്ട് ചെയ്യും. അവിടേക്ക് നമ്മൾ എന്ത് കോട്ട് ചെയ്യും? റീകോം DNA കോട്ട് ചെയ്യും. ഓക്കെ, റീകോം DNA ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ഫിലമെൻറ്റിലേക്ക് കോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഹീലിയം പ്രഷറാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പ്രഷർ ഏതാണ്? ഹീലിയം പ്രഷർ. അപ്പോൾ ഹീലിയം പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹീലിയം പ്രഷർ പാർട്ടിക്കിൾ ഗൺ ഡിവൈസ് എന്നും ഇതിനെ അറിയപ്പെടും. ഹീലിയം പ്രഷർ പാർട്ടിക്കിൾ ഗൺ ഡിവൈസ്. അപ്പോൾ അത് വളരെ ഹൈ പ്രഷറിൽ നമ്മൾ ഡയറക്ട്ലി പിപ്പറ്റ് ഔട്ട് ദിസ് അല്ലെങ്കിൽ ഡയറക്ട്ലി ഷൂട്ട് ദിസ് ഈ പറഞ്ഞ റീകോം DNA ഇൻ ടു ദ പ്ലാന്റ് സെൽ ബൈ ബയോലിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ്.
സി ഒന്നാമത് നമ്മൾ പറഞ്ഞത് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്, അത് നമ്മൾ ആനിമൽ സെല്ലിലാണെങ്കിൽ ബയോലിസ്റ്റിക് ആനിമൽ സെല്ലല്ല പ്ലാന്റ് സെല്ലിലേക്ക് റീകോം DNA ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലാന്റ് സെല്ലിലേക്ക് റീകോം DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ് സെൽ എന്നായി മാറൂടാ, ട്രാൻസ്ഫോമൻ്റ് ആവും, ഓർ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർ ട്രാൻസ്ജനിക് പ്ലാന്റുകളായി മാറും. ക്ലിയർ? ആൻഡ് അടുത്തത് നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത മെത്തേഡാണ് ഡിസാംഡ് പാത്തോജൻ വെക്ടർ. ഡിസാംഡ് പാത്തോജൻ വെക്ടറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഡിസാംഡ് പാത്തോജൻ വെക്ടർ. See what you mean by disarmed? Once it was harmful, right? ഇതൊരു harmful ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് disarmed ആണ്. That is used as a vector. Okay. See അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഒരു ഡിസാംഡ് പാത്തോജൻ വെക്ടറാണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതായത് ഡൈക്കോട്ട് പ്ലാന്റിൽ ഇത് അറ്റാക്ക് ചെയ്യുമ്പം ട്യൂമർ ഉണ്ടാക്കുമായിരുന്നു, ഡൈക്കോട്ട് പ്ലാന്റിൽ ട്യൂമർ ഉണ്ടാക്കുമായിരുന്നു, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് വൺസ് ഇറ്റ് വാസ് ഇൻഫെക്ഷ്യസ്. പക്ഷേ ഇന്ന് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഒരു DNA ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ്, അവിടേക്കൊരു പ്ലാസ്മിഡ് ഉണ്ട്, ദാറ്റ് പ്ലാസ്മിഡ് ഈസ് TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞൊരു പ്ലാസ്മിഡ് ഉണ്ട്. ദേ ഹാവ് എ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. അവിടെ ഒരു DNA ഉണ്ട്, tDNA, റൈറ്റ്? അവിടെ ഒരു DNA ഉണ്ട്, tDNA, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ഉണ്ട്. ദാറ്റ് ഈസ് ദർ ഇസ് എ DNA, tDNA. ആ DNAയിലേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. അവിടേക്ക് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യും, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൈക്കോട്ട് പ്ലാന്റ്. അപ്പം നൗ ദിസ് TI പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ബാക്ടീരിയ. അഗ്രോബാക്ടീരിയം വി നോ ദാറ്റ് ഇറ്റ്സ് എ ബാക്ടീരിയ. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന ബാക്ടീരിയയിലേക്ക് ഈ പറഞ്ഞ അതിൻ്റെ TI പ്ലാസ്മിഡിലയുടെ tDNAയിലേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. Now from recombinant DNA, right? See അതിനെ നമ്മൾ ഹോസ്റ്റ് ഡൈക്കോട്ട് പ്ലാന്റിലേക്ക് കൊടുക്കുമ്പോൾ ഡൈക്കോട്ട് പ്ലാന്റിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എത്തും. സി അങ്ങനെ നമ്മൾ ഈ ഡൈക്കോട്ട് പ്ലാന്റുകളെ നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ആക്കി മാറ്റും ബൈ യൂസിങ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന വെക്ടർ ഉപയോഗിച്ചിട്ട്. ദാറ്റ് ഈസ് എ ഡിസാംഡ് പാത്തോജൻ വെക്ടർ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഡൈക്കോട്ട് പ്ലാന്റ്. ഓക്കെ ആണോടാ? ക്ലിയർ? ഡൈക്കോട്ട് പ്ലാന്റിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഡിസാംഡ് പാത്തോജൻ വെക്ടറാണ് ഈ പറഞ്ഞ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? ആർക്ക് പറയാം? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെ എന്തെന്നറിയപ്പെടാറുണ്ട്? നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ. നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടാറുണ്ട്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെ എന്തെന്നറിയപ്പെടാറുണ്ട്? നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ച് പഠിക്കുക. ദെൻ വേറൊരു ഡിസാംഡ് പാത്തോജൻ വെക്ടറാണ് റിട്രോവൈറസ്. റിട്രോവൈറസ് ആനിമൽസിൽ ക്യാൻസർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്യൂമർ അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വൈറസാണ് റിട്രോവൈറസ്. അവനെ നമ്മൾ ഇന്ന് ഡിസാംഡ് ആക്കിയിട്ടുണ്ട്. നൗ ഇറ്റ് ഈസ് ഡിസാംഡ്. അപ്പോൾ ആനിമൽ സെല്ലിലേക്ക് റിട്രോവൈറസ് എന്ന ആനിമൽ സെല്ല് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽ സെല്ലിലേക്ക് റിട്രോവൈറസ് എന്ന വെക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അങ്ങനെ പഠിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് റീകോം DNA ഇൻ ദ ഹോസ്റ്റ്. Biolistic or gene gun method ഉപയോഗിച്ചിട്ട് റീകോം DNA can be introduced into the plant cell, and micro pipette ഉപയോഗിച്ച് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ച് we can directly inject nucleus of the animal cellലേക്ക് റീകോം DNA ഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്യാം. ആൻഡ് ഡിസാംഡ് പാത്തോജൻ വെക്ടർ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഉപയോഗിച്ചിട്ട് we can recombinant DNA introduce into the dicot plant, and retrovirus ഉപയോഗിച്ചിട്ട് ആനിമൽ സെല്ലിലേക്ക് റീകോം DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ these are the different methods to introduce റീകോം DNA into the different organisms. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോം DNA into the host cell is one of the important step. ഓക്കെ, ആ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ now this host cell is genetically modified or transformed or transgenic ആയി മാറും. ഓക്കെ, that is about different methods. These are the different methods to introduce റീകോം DNA into the different organisms. Okay, or host cells. ഓക്കെ, ഇത് റിട്രോവൈറസ് ആണ്. റിട്രോവൈറസ് അറ്റാക്ക് ആനിമൽ സെൽ. റിട്രോവൈറസ് അറ്റാക്ക് ആനിമൽ സെൽ. റിട്രോവൈറസ് ഒരു വെക്ടർ ആണ്. ക്യാൻ ബി യൂസ്ഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ആനിമൽ സെൽ. ഓക്കെ, ദെൻ നമുക്കറിയാം
യൂസ് ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ യൂസ് ഓഫ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ഫ്രം ബാക്ടീരിയം തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത പോളിമറൈസ് എൻസൈമാണ്. തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു DNA പോളിമറൈസ് എൻസൈം ഉണ്ട്. DNA polymerase is an enzyme that is isolated from Thermus aquaticus in the bacteria. Thermus aquaticus, we know that is a bacteria that is produced in thermos ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് ഹോട്ട് സ്പ്രിങ്സിലൊക്കെ ഐസൊലേറ്റ് ചെയ്ത ഹോട്ട് സ്പ്രിങ്സ് ആണ്. ഇതുണ്ട്, ഹോട്ട് സ്പ്രിങ്സിലാണ്. ഇത് വളരെ ചൂടുള്ള മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് വളരുന്ന ബാക്ടീരിയകളാണ് തെർമസ് അക്വാട്ടിക്കസ്. തെർമോഫൈൽസ് ആണ്. അവർക്ക് എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് വളരുമ്പോഴും അല്ലെങ്കിൽ ടെമ്പറേച്ചറുള്ള കണ്ടീഷനിലും അവരുടെ ബോഡിയിലുള്ള എൻസൈംസ് ഒന്നും ഡിസ്ട്രോയിഡ് ആവത്തില്ല. നമുക്കറിയാം DNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് DNA പോളിമറൈസ്. നമുക്കറിയാം പ്രോക്യാരിയോട്സിൽ 3 തരത്തിലുള്ള DNA പോളിമറൈസ് ഉണ്ട്. DNA പോളിമറൈസ് 1, DNA പോളിമറൈസ് 2 ആൻഡ് DNA പോളിമറൈസ് 3. ഈ DNA പോളിമറൈസുകൾ എൻസൈം ആണ്. അവർക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കും സാധാരണ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ. അപ്പം PCR നടത്തേണ്ടത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന പ്രോസസ്സ് നടത്തേണ്ടത് ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന എൻസൈം വേണം യൂസ് ചെയ്യാൻ. ആ എൻസൈം ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ഐസൊലേറ്റഡ് ഫ്രം തെർമസ് അക്വാട്ടിക്കസ്. അതുകൊണ്ട് തന്നെ ആ എൻസൈമിനെ എന്ത് പേരിട്ടു? തെർമസ് അക്വാട്ടിക്കസ്. തെർമസിന്റെ എയും അക്വാട്ടിക്കസിന്റെ AQവും ചേർന്നിട്ട് ടാക് പോളിമറൈസ് എന്നാണ് ആ DNA പോളിമറൈസിന്റെ പേര്. നെയിം ദി DNA പോളിമറൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ PCR or polymerase chain reaction. ടാക് പോളിമറൈസ്. Why it is known as ടാക് പോളിമറൈസ്? Because that is isolated from മക്കളെ തെർമസ് എന്ന അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. Therefore it is known as ടാക് പോളിമറൈസ്. അപ്പോൾ ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പോളിമറൈസേഷൻ ഓഫ് DNA പോളിമറൈസേഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, and it is possible to generate billions of copies of DNA. We know that DNA polymerase synthesize billions of copies of DNA within short time using a process. അതാണ് തെർമസ് അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയ. ദിസ് ഈസ് ഹോട്ട് സ്പ്രിങ്സ്. അവിടെ നിന്നാണ് നമ്മൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോസസ് നെയിം? PCR. മക്കളെ, വാട്ട് ഈസ് PCR? PCR is simply polymerase chain reaction. Polymerase chain reaction. PCR is developed in, നമുക്കറിയാം PCR is the polymerase chain reaction. PCR എന്ന് പറയുന്ന developed by Carey Mullis ആണ്. ഇതൊരു apparatus ആണ്, ഇതൊരു ടെക്നിക്കാണ്. developed by Carey Mullis. അപ്പം amplification of DNA can be obtained by this process. Okay. Name the 3 important steps involved in this process. ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഈ പ്രോസസ്സിലുള്ള? എത്ര പേർക്ക് അറിയാം? ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഈ പ്രോസസ്സിലുള്ള? We know that denaturation, right? Which are the steps? Denaturation. Then, of course, annealing and extension. Which are the processes? Denaturation, annealing and extension are the processes of PCR. Which are the 3 processes or steps of PCR? Denaturation, annealing and extension. Okay? Okay. നമുക്ക് നോക്കാം. ഇതാണ് PCR. PCR എന്ന apparatus നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ഓക്കെ, PCR. എന്താണ് പ്രോസസ്? ഒന്ന് ഡീനാച്ചുറേഷൻ. What is the purpose of PCR? Amplification of DNA or gene of interest. We know that gene of interest is the gene which is inserted into the host. അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് PCR എന്ന ടെക്നിക്ക് വഴി നമ്മളത് ആംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഡീനാച്ചുറേഷനിൽ എന്ത് ചെയ്യും? ഒരു DNA സ്ട്രാൻഡ് ഉണ്ട്. ആ DNA സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി വി നോ ദാറ്റ് 3', 5', 5', 3'. ഈ DNA സ്ട്രാൻഡിനെ എന്ത് ചെയ്യും? അൺവൈൻഡ് ചെയ്യും ബൈ പ്രൊവൈഡിങ് ടെമ്പറേച്ചർ 94 to 96 ഡിഗ്രി സെൽഷ്യസ്. ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് DNA അൺവൈൻഡ് ചെയ്യും. അപ്പോൾ DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുമ്പം 3', 5' പൊളാരിറ്റിയിലും 5', 3' പൊളാരിറ്റിയിലും സ്ട്രാൻഡുകൾ അഴിയും.
ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അഴിയും. നമ്മൾ DNA റിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, അവിടെ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് അഴിയത്തില്ല, അവിടെ വൈ ഷേപ്ഡ് റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ടെമ്പറേച്ചറിൽ DNA കംപ്ലീറ്റ്ലി അൺവൈൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിപ്ലിക്കേഷൻ ഫോർക്കില്ല, ഇവിടെ നമുക്ക് ലീഡിങ് ലാഗിങ് സ്ട്രാൻഡ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, DNA കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സിന്തസൈസ് ആണ് ചെയ്യുന്നത്, ലാഗിങ് സ്ട്രാൻഡുകളില്ല. ഇവിടെ ഹെലിക്കേസ് എന്ന എൻസൈം യൂസ് ചെയ്യുന്നില്ല. DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻ നമ്മൾ ഹെലിക്കേസ് എൻസൈമിന്റെ സഹായത്താലാണ് DNA അൺവൈൻഡ് ചെയ്യുന്നത്. ഇവിടെ DNA പോളിമറൈസ് എൻസൈം ഒന്നും അല്ല, എൻസൈം യൂസ് ചെയ്ത് സിന്തസൈസ് ചെയ്യാം, പക്ഷേ അൺവൈൻഡ് ചെയ്യാൻ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ്. ഏതാണ്ട് 94 to 96, ആവറേജ് പറഞ്ഞാൽ 95 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വി ക്യാൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അൺവൈൻഡിങ് ഓഫ് DNA, ദാറ്റ് ഈസ് നേച്ചർ ഓഫ് DNA വിൽ ചേഞ്ച്. സെക്കൻഡ് ആണ് അനീലിംഗ്. What is annealing? See, always we know that DNA synthesis ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ്. What's the name of enzyme we synthesize DNA? നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. Can you give? Yes, we know that is DNA polymerase. അപ്പോൾ DNA polymerase എന്ന് പറഞ്ഞ എൻസൈമാണ് DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ DNA പോളിമറൈസിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ പ്രൈമർ വേണം. എന്ത് വേണം? പ്രൈമർ. See, 3'5' polarity, 5'3' polarity. അപ്പോൾ നിങ്ങൾക്കറിയാം DNA എപ്പോഴും റിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് സിന്തസൈസ്? വി നോ ദാറ്റ് 5'3'. അപ്പം ഇവിടെ ഒരു പ്രൈമർ ആവശ്യമുണ്ട് DNAക്ക്. DNA പോളിമറൈസ് എന്ന എൻസൈമിന് ഫംഗ്ഷൻ ചെയ്യാൻ പ്രൈമർ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈമർ ആഡ് ചെയ്യും. പ്രൈമർ ആഡ് ചെയ്യുന്ന എവിടെയാണ്? 3' എൻഡിൽ ചെറിയ പീസ് ഓഫ് RNA ആഡ് ചെയ്യും. 3' എൻഡിൽ ചെറിയ പീസ് ഓഫ് RNA ആഡ് ചെയ്യും, ദാറ്റ് ഈസ് കോൾഡ് പ്രൈമർ. 3' എൻഡിൽ എന്ത് ആഡ് ചെയ്യും? ചെറിയ പീസ് ഓഫ് RNA ആഡ് ചെയ്യും, ദാറ്റ് ഈസ് കോൾഡ് പ്രൈമർ. ചെറിയ പീസ് ഓഫ് RNA added at 3' end, the addition of that ചെറിയ പീസ് ഓഫ് RNA is called oligonucleotide of RNA. Oligonucleotide of RNA, ചെറിയ പീസ് ഓഫ് RNA added at 3' end. That ചെറിയ പീസ് ഓഫ് RNA is called primer addition at 3' end. Okay. പ്രൈമേസ് എന്ന എൻസൈമാണ് അത് ആഡ് ചെയ്യുന്നത്. പ്രൈമർ അഡീഷൻ ആയിട്ട് 3' end പ്രൈമർ കൊടുത്തു. പ്രൈമർ കൊടുത്തുന്ന പ്രോസസ് ഈസ് കോൾഡ് അനീലിംഗ്. അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ദ ടെമ്പറേച്ചർ ഈസ് 55 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു പ്രോസസ്സാണിത്. ആ ടെമ്പറേച്ചറിലൊക്കെ സർവൈവ് ചെയ്യുന്ന എൻസൈമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്നാടാ? ഡീനാച്ചുറേഷൻ, അൺബൈൻഡിങ് ഓഫ് DNA. സെക്കൻഡ് പ്രോസസ് എന്നാ? അഡീഷൻ ഓഫ് പ്രൈമർ അറ്റ് 3' end, ദാറ്റ് ഈസ് കോൾഡ് അനീലിംഗ്. ഓക്കെ. And third process, what is third process? We know that third process is extension of primer. Primer extension. Primer extension എന്ന് പറഞ്ഞാൽ ആര് വരും? അത് പ്രൈമർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ DNA polymerase, Taq polymerase. Which DNA polymerase is used? Taq polymerase is used. അപ്പോൾ this is primer. Primer നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും പ്രൈമർ അഡീഷൻ അറ്റ് 3' end ആണ്. പേപ്പർ 5' end ആയിരിക്കും, 5' end ആയിരിക്കും. അപ്പോൾ DNA പോളിമറൈസ് ആയിട്ടുള്ള ടാക് പോളിമറൈസിന് ഹൈ ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റൻഷൻ നടക്കുന്ന ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടാക് പോളിമറൈസ് ഇവിടെയുണ്ട്. മഗ്നീഷ്യം എന്ന എലമെന്റ് ആവശ്യമുണ്ട്. DNA പോളിമറൈസിന്റെ ഫംഗ്ഷന് മഗ്നീഷ്യം വേണം. ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു കോപ്പി മെഷീനിനകത്ത് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്തെങ്കിലാണോ ഒന്നിൻ്റെ കോപ്പി കിട്ടുന്നത്, അതുപോലെ DNAയുടെ കോപ്പി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കൊടുക്കണം? DNA ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോറ്റൈഡുകൾ ഓഫ് കോഴ്സ് അവിടെ വേണം. അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്ന എൻസൈം വേണം, പ്രൈമർ വേണം, DNA വേണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കണം. ദാറ്റ് മീൻസ് DNA ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സബ്സ്ട്രേറ്റ്. നമ്മൾ മീഡിയത്തിൽ സബ്സ്ട്രേറ്റ് കൊടുത്തിരിക്കണം. ന്യൂക്ലിയോറ്റൈഡ് ആണ് സബ്സ്ട്രേറ്റ് കൊടുത്തിരിക്കണം PCR-ൽ. ഓക്കെ. അപ്പോൾ മാത്രമേ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പോൾ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സിന്തസൈസ്? പ്രൈമർ ആഡ് ചെയ്തു. ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഈസ് 5' to 3'. 5' to 3' ഡയറക്ഷനിൽ DNA synthesize, DNA strand synthesize in the direction 5' 3'. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ മഗ്നീഷ്യം കൊടുത്തിട്ടുണ്ട്, ടാക് പോളിമറൈസ് എന്ന എൻസൈം ഉണ്ട്, ആൻഡ് സബ്സ്ട്രേറ്റ് ന്യൂക്ലിയോറ്റൈഡ് ഈസ് ആഡഡ്. അപ്പോൾ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് എന്താണ് DNA, PCR സ്റ്റെപ്പ് അല്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഇതാണ്. എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമർ എന്ന് പറയുമ്പോൾ നമ്മളെ റിപ്ലിക്കേഷൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമറാണ്. ഒന്ന് ലീഡിങ്ങും മറ്റേ ലാഗിങ് സ്ട്രാൻഡുമാണ്. പക്ഷേ ഇവിടെ രണ്ട് സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ട് ലീഡ് ചെയ്യും. കംപ്ലീറ്റ് ലീഡിങ് ആണ്, കംപ്ലീറ്റ് സിന്തസൈസ് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് PCR.
First one, denaturation by providing temperature 94 to 96 degrees Celsius, unwinding of DNA. Okay, and annealing, addition of primer at reductant at 55 degrees Celsius, oligonucleotide of RNase primer, and extension of primer in the direction 5-3-, that is extension at 72 degrees Celsius by DNA polymerase, Taq polymerase. Taq polymerase isolated from Thermus aquaticus, they can survive in high temperature. അപ്പോൾ മക്കളെ ഇതിന് മഗ്നീഷ്യം എന്ന കോഫാക്ടർ ഉപയോഗിക്കണം, സബ്സ്ട്രേറ്റ് ഉപയോഗിക്കണം. സബ്സ്ട്രേറ്റ് ഓഫ് കോഴ്സ് നീഡഡ് ഫോർ ടു സിന്തസൈസ് DNA. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. ഒരു DNAയിൽ നിന്ന് 2 DNA കുഞ്ഞുങ്ങളുണ്ടായി. ഈ 2 വീണ്ടും അവിടെ കിടക്കും. 2ൽ നിന്ന് 4 ഉണ്ടാവും, 4ൽ നിന്ന് 8 ഉണ്ടാവും, 8ൽ നിന്ന് 16, അങ്ങനെ ചെയിൻ റിയാക്ഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് എ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതായത് ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ എൻസൈം അവിടെ ഉണ്ട്. വീണ്ടും 96ൽ വരുമ്പോഴും ടെമ്പറേച്ചർ അത് കൂടുമ്പോഴും എൻസൈം അവിടെ നശിച്ചു പോകാൻ പാടില്ല. Therefore we use this type of enzymes who can survive in high temperature we use. Okay, അപ്പോൾ that's a point മക്കളെ related to PCR. See, PCR നമുക്കറിയാം ഒറ്റ ഇതിൽ ഒരു സൈക്കിൾ കഴിയുമ്പോൾ 1 സൈക്കിൾ കഴിയുമ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടാവും, 2 DNA. അങ്ങനെ 2n അല്ലേ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് DNA കിട്ടും. n is the number of cycle. n is the number of cycle, right? ഇപ്പോൾ 2�3 ആണെങ്കിൽ 2�3 സൈക്കിൾ കഴിഞ്ഞെങ്കിൽ 8 DNA strands. ഇങ്ങനെയുള്ള പോയിന്റ്സ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് PCR. ദിസ് ടെക്നിക് ഡെവലപ്ഡ് ബൈ കാരി മുള്ളിസ് ആണ് PCR ഡെവലപ്ഡ്, അപ്പാരറ്റസ് ഡെവലപ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ഓക്കെ ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? See, a multinational company successfully cloned a gene of interest and also optimized the condition to induce the expression of target protein. See, multinational company successfully cloned a gene of interest means recom DNA ഉണ്ടാക്കി, അതായത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ഉണ്ടാക്കി. GMO റെഡിയായി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം GMO റെഡി ആയിട്ടുണ്ട്, ഓർ ട്രാൻസ്ജനിക് ഓർഗാനിസം റെഡി ആയിട്ടുണ്ട്. ഇതിനെ വളർത്തണം, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡക്റ്റ്. നെയിം ദ അപ്പാരറ്റസ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോട്ടീൻ. യു നോ ദാറ്റ് അല്ലേ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഇപ്പം കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനാണ് നമുക്ക് ലാബറട്ടറിയിൽ, നമുക്ക് പെട്രി ഡിഷിൽ നമുക്ക് കൾച്ചർ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വി യൂസ് ബയോറിയാക്ടേഴ്സ്. മക്കളെ എന്താണ് ഉപയോഗിക്കുന്നത്? ബയോറിയാക്ടേഴ്സ്. Not to produce large scale, and we use bioreactors. What we should use, that is bioreactors, right? ബയോറിയാക്ടേഴ്സ് ഉപയോഗിക്കും. അപ്പം ബയോറിയാക്ടേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അപ്പാരറ്റസ്. സി, ഈ ബയോറിയാക്ടറിനെ കുറിച്ച് അതാണ് നമ്മൾ ഫാക്ടറിയിലൊക്കെ കാണുന്ന വലിയ ബയോറിയാക്ടേഴ്സാണ്. അവിടെയാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്നത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. സി, സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബയോറിയാക്ടർ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ബയോറിയാക്ടറിൽ ഒരു എന്താ പറയുക സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു ഷേപ്പുള്ള ഒരു വെസലായിരിക്കും. അതിന് കേർവ്ഡ് ബേസ് ആയിരിക്കും. കേർവ്ഡ് ബേസ് എന്തിനാ? അതിനകത്തെ കണ്ടന്റ് എല്ലാം ഈസി ടു മിക്സ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഈസി ടു മിക്സ് ചെയ്യാൻ വേണ്ടി കേർവ്ഡ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? അപ്പോൾ ഇത് എന്ന് പറയുന്ന സാധാരണ ഉപയോഗിക്കുന്ന ബയോറിയാക്ടർ ഈ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. കോമൺലി യൂസ്ഡ് ബയോറിയാക്ടർ ഈ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. കോമൺലി യൂസ്ഡ് ബയോറിയാക്ടർ ഏതാണ് മക്കളെ? സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറുകളാണ്. സ്റ്റേർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇളക്കുന്ന ബയോറിയാക്ടറാണ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇപ്പോൾ ഈ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ സ്റ്റേറിങ് നടക്കാൻ വേണ്ടി ഒരു സ്റ്റേറർ ഉണ്ട്. ദർ ഇസ് എ സ്റ്റേറർ, റൈറ്റ്? ദർ ഇസ് എ സ്റ്റേറർ ടു ഫെസിലിറ്റേറ്റ് ദ mixing the content of the bioreactor or the product have to be mix up in the bioreactor by stirrer. അപ്പോൾ സ്റ്റെയറിന് ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പലർ ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ എല്ലായിടത്തേക്കും എല്ലാം എത്തി വളരെ സ്മൂത്തായിട്ട് ഇത് എല്ലായിടത്തേക്കും നന്നായി മിക്സപ്പ് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പലർ ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റെയറർ ഉണ്ട്. അപ്പോൾ സ്റ്റെയറർ ഉള്ളപ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ അവൈലബിലിറ്റി എല്ലായിടത്തും നമ്മളിങ്ങനെ ഇളക്കുന്ന പോലെയാണ്. സ്റ്റെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ അവൈലബിലിറ്റി എല്ലായിടത്തും എൻഷുർ ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്
ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് ഇട്ടിരിക്കുക. അപ്പോൾ അവർക്ക് വളരാനുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ആ ഫുഡ് യൂസ് ചെയ്തിട്ടാണ് വളരുന്നത്, ന്യൂട്രിയൻ മീഡിയ ഉപയോഗിച്ചിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ ന്യൂട്രിയൻ മീഡിയ എല്ലായിടത്തും കിട്ടുമ്പോൾ ഈ മൈക്രോബ് അല്ലെങ്കിൽ GMO എന്നിവ പെട്ടെന്ന് വളരുന്നു, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു, പെരുകുന്നു. അതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഒരു മൈക്രോബ് ഉണ്ട് എങ്കിൽ അത് ഈ ഫുഡ് കഴിച്ചു വളരുന്നു, ഇരട്ടിയാവുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ അകത്തുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ചിലപ്പം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എൻസൈം ആണെങ്കിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഹോർമോൺ ആണെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ദാറ്റ് വിൽ ബി ദെയർ വൈൽ ദിസ് GMO മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, GMO വളരുമ്പോൾ വളരാൻ ഫുഡ് വേണം. ആ ഫുഡ് എല്ലായിടത്തും ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ഇതിനെ ഇളക്കും, അതുപോലെ ഓക്സിജൻ സപ്ലൈ കൊടുക്കും. അപ്പോൾ എയറോബ്സ് ആയിരിക്കും ഈ മൈക്രോബ് അല്ലെങ്കിൽ GMO. അതിന് വളരാനുള്ള എല്ലാ കണ്ടീഷനും അവിടെ കിട്ടും. അങ്ങനെ ഇതിൻ്റെ പ്രോഡക്റ്റ് മാക്സിമൈസ് ചെയ്ത് ഇതിനകത്ത് കിട്ടും. ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും അവിടെ ഒരു സംഭവം ഉണ്ട്, പതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഫോം ബ്രേക്കർ ഉണ്ട്, അവിടെ എന്തുണ്ട്, ഫോം ബ്രേക്കർ ഉണ്ട്. പത പൊട്ടിക്കാനുള്ള സംവിധാനങ്ങൾ ബയോറിയാക്ടറിൽ ഉണ്ടാകണം. പിന്നെ അതേപോലെ ഇവന് സ്റ്റെറൈൽ എയർ ഇപ്പം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റെറൈൽ എയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, സ്റ്റെറൈൽ എയർ കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റീം കൊടുക്കണം. പിന്നെ pH കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം, pH കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ഫോം ബ്രേക്കർ, സ്റ്റെറൈൽ എയർ പാസ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരിക്കണം, റൈറ്റ്. അതുപോലെ തന്നെ സാമ്പിളിംഗ് പോർട്ട് ഉണ്ടായിരിക്കണം. ഒരു ബയോറിയാക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പിളിംഗ് പോർട്ട്. സാമ്പിളിംഗ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിംഗ് പോർട്ടിലൂടെ നമുക്ക് പീരിയോഡിക് ആയിട്ട് ഈ പ്രൊഡക്റ്റിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. പ്രൊഡക്റ്റ് ക്യാൻ ബി റിമൂവ് പീരിയോഡിക്കലി ത്രൂ സാമ്പിളിംഗ് പോർട്ട്. സാമ്പിളിംഗ് പോർട്ടിലൂടെ പ്രൊഡക്റ്റിനെ, ഈ ബയോ റിയാക്ടറിൽ ഉണ്ടായ പ്രൊഡക്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ ത്രൂ സാമ്പിളിംഗ് പോർട്ട്. ത്രൂ സാമ്പിളിംഗ് പോർട്ടിലൂടെ വി ക്യാൻ റിമൂവ് പ്രൊഡക്റ്റ്. ഈ ബയോ റിയാക്ടറിലുണ്ടായ പ്രൊഡക്റ്റിനെ നമുക്ക് സാമ്പിളിംഗ് പോർട്ടിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, പീരിയോഡിക് റിമൂവൽ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ന്യൂട്രിയൻ മീഡിയം നമുക്ക് വീണ്ടും വൺ സൈഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു കൾച്ചർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏറ്റവും മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ, ഒരു ലോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദിസ് GMO ആൻഡ് പ്രോഡക്റ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ബയോ റിയാക്ടേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ കോമൺലി യൂസ്ഡ് ബയോറിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 100 to 1000 liters ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് കേട്ടോ. ബയോറിയാക്ടറിലൂടെ 100 to 1000 liters ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്. Commonly used bioreactor is stirred tank bioreactor, and stirred tank bioreactor has a cylindrical shape and curved base ഉണ്ടായിരിക്കും, and it has a stirrer. It will facilitate to mix up all the content and oxygen availability throughout the medium, and it has a foam breaker and pH control system, temperature control system, and it should have a sampling board in order to remove the product periodically, and it should be and again nutrients is added. That means continuous culture system is maintained, and there is an log and exponential growth can be maintained in the bioreactor. Okay മക്കളെ, അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു ബയോറിയാക്ടേഴ്സ്. അപ്പോൾ ഇത് പടം വരയ്ക്കാൻ പഠിക്കണം, അതിൻ്റെ പോയിന്റ്സ് പഠിക്കണം. ദ സെയിം ടൈം ഈ പടം ഐഡന്റിഫൈ ചെയ്യണം, ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഡയഗ്രാം ലേബൽ ചെയ്തിട്ട് ആ ഡയഗ്രാം ലേബൽ ചെയ്തതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രെൻഡൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക. ബയോളജി നല്ലതായിട്ട് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ എഴുതാനും കൂടെ ശീലിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ കയറുള്ളൂ. നന്നായി നമുക്ക് പഠിക്കുമ്പോൾ എല്ലാം അറിയാമെന്നൊക്കെ തോന്നും, പക്ഷേ വൃത്തിയായിട്ട് പോയിന്റ് വൈസ് പഠിക്കാനും ഓരോ മാർക്സ് എത്ര മാർക്സ് ആണ് ആ മാർക്സിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോയില്ല എങ്കിൽ, അതുപോലെ എഴുതിയില്ല എങ്കിൽ നമുക്ക് ആ മാർക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കയറത്തില്ല. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബയോറിയാക്ടറാണ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ നമ്മളിപ്പോൾ കണ്ടേ, സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അതുപോലെ സ്പാർക്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ഉണ്ട്. സ്പാർക്ഡ് സ്റ്റേർഡ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പാർഗർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു സ്പാർഗർ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ. അപ്പോൾ ഇങ്ങനെ സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ സ്പാർക്ക് ചെയ്യും. ചെയ്യുമ്പോൾ ബബിൾസ് എന്ത് ചെയ്യും, ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ കൂട്ടും. ഓക്സിജന്റെ ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ ബബിൾസ് സഹായിക്കും. ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ വേണ്ടി ഈ സ്പാർഗർ ഉള്ളതുകൊണ്ട് സഹായിക്കും. സ്പാർക്ക് ഇങ്ങനെ ബബിൾസ് എല്ലായിടത്തും എത്തുന്നതുകൊണ്ട് ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ പറ്റും. അതുപോലെ ഇറ്റ് ഹാസ് മോർ ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ഓക്സിജൻ ട്രാൻസ്ഫർ.
അപ്പോൾ സ്പാർഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ഒരു സ്പാർഗർ ഉണ്ട്. അപ്പോൾ ബബിൾസ് അത് കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ പറ്റും. അങ്ങനെ ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ഓക്സിജൻ ട്രാൻസ്ഫർ. ഓക്സിജൻ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി ഈ പറഞ്ഞ സ്പാർഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ സഹായിക്കും. അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു സ്പാർഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അപ്പോൾ ഇതും വരയ്ക്കാൻ പഠിക്കണം, അതേപോലെ ലേബൽ ചെയ്യാൻ പഠിക്കണം, ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഒരു ലൂപ്പ് ഹോൾ വിടാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ എത്ര പോയിന്റ്സ് എഴുതണം എന്ന് വളരെ വൃത്തിയായിട്ട് ചിന്തിച്ച് പഠിച്ച് ഒരുങ്ങി തന്നെ എക്സാം എഴുതുക. സബ്ജക്റ്റീവ് സ്കോർ കൂട്ടാൻ അങ്ങനെ പറ്റുള്ളൂ. നന്നായി പഠിക്കുക. ഓക്കെ മക്കളെ, ദാറ്റ്സ് അബൌട്ട് ബയോറിയാക്ടർ. ഇനി ബയോറിയാക്ടറിൽ ഇപ്പം ആക്ച്വലി ബയോറിയാക്ടറിൽ നമ്മൾ നടക്കുന്ന സെക്കൻഡ് പ്രിൻസിപ്പിളാണ്. വാട്ട് ഈസ് എ സെക്കൻഡ് പ്രിൻസിപ്പിൾ? വാട്ട് ഈസ് എ സെക്കൻഡ് പ്രിൻസിപ്പിൾ മക്കളെ? ദാറ്റ് ഈസ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് അല്ലേ? ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. വാട്ട് ഈസ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്? ഇപ്പം GMOനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? GMOനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ബയോടെക്നോളജിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള റീകോം DNA ടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതിൽ നിന്നുണ്ടായ അതിനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെ അതിനെ വളർത്തി ന്യൂട്രിയൻ മീഡിയത്തിൽ സ്റ്റെറൈൽ മീഡിയത്തിൽ വളർത്തി അതിനെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. അതിൽ ഈ നമ്മൾ ബയോ റിയാക്ടറിൽ ആക്ച്വലി പ്രൊഡക്റ്റിനെ സിന്തസൈസ് ചെയ്യാണ്. ബയോ സിന്തറ്റിക് സ്റ്റേജ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ബയോസിന്തറ്റിക് സ്റ്റേജിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ബയോസിന്തറ്റിക് സ്റ്റേജിൽ ഇവിടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി പ്രൊഡക്റ്റിനെ ആ ബയോ റിയാക്ടറിൽ നിന്ന് റിമൂവ് ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട്. സെപ്പറേറ്റ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. അത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ ശരി. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് പോയിന്റ്? ഹൗ ക്യാൻ വി മേക്ക് എ ഹോസ്റ്റ് സെൽ കോമ്പീറ്റന്റ് ടു റിസീവ് എ ഫോറിൻ ജീൻ ഓർ DNA? നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്റ്റ് സെല്ലിലേക്ക് എങ്ങനെയാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് കോമ്പീറ്റൻ്റ് ആക്കണം ഹോസ്റ്റിനെ. ഹോസ്റ്റ് ആണ് ഷുഡ് റിസീവ് ദിസ് റീകോം DNA ആൻഡ് ദിസ് ഹോസ്റ്റ് ഷുഡ് ബി കോമ്പീറ്റൻറ്റ്. ഇപ്പോൾ കോമ്പീറ്റൻസി എന്ന് പറയുന്ന ഏതൊരു ഫീൽഡിലും ഉണ്ട്. ദ സെയിം തിങ്, ദിസ് ഹോസ്റ്റ് ഷുഡ് ഹാവ് ദ കോമ്പീറ്റൻസി ടു റിസീവ് ദിസ് റീകോം DNA. ഓക്കെ, അപ്പം റീകോം DNA റിസീവ് ചെയ്യാൻ ഹൗ ദിസ് ഹോസ്റ്റ് ബിക്കം കോമ്പീറ്റൻറ്റ്? ഹൗ ദിസ് ഹോസ്റ്റ് ബിക്കം കോമ്പീറ്റൻറ്റ്? ഹോസ്റ്റ് എങ്ങനെയാണ് കോമ്പീറ്റൻ്റ് ആവുക? ഹോസ്റ്റ് കോമ്പീറ്റൻ്റ് ആകുന്നത് എങ്ങനെയാടാ? ഡൈവാലന്റ് കാറ്റോണിൽ ട്രീറ്റ് ചെയ്യണം. ബാക്ടീരിയനെ ഡൈവാലന്റ് കാറ്റോണിൽ ട്രീറ്റ് ചെയ്യണം. ഡൈവാലന്റ് കാറ്റോൺ ട്രീറ്റ് ചെയ്യുമ്പോൾ സെൽ വോൾ പെർഫറേഷൻ സ്പോർട്സ് ഉണ്ടായിട്ട് പെർമിയബിലിറ്റി കൂട്ടി സെൽ വോൾ വഴി നമ്മുടെ ബാക്ടീരിയ റീകോം DNA ബാക്ടീരിയയിലേക്ക് കയറും. ഓക്കെ, ഡൈവാലന്റ് കാറ്റോൺ ട്രീറ്റ് ചെയ്യാം. അല്ലാത്ത ഭേദം എന്താണ്? എന്നിട്ട് അതിന് ശേഷം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റ് ഷോക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇൻക്യുബേറ്റ് ദിസ് റീകോം DNA ഓൺ ഐസ്, പിന്നെ 42 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഐസിൽ ഇൻക്യുബേറ്റ് ചെയ്യുക. ആ റീകോം DNA പ്ലസ് ഹോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്യുബേഷൻ നടത്തുക ഓൺ ഐസ്, ദെൻ 42, ദെൻ ഐസ്. അപ്പോഴത്തേന് റീകോം DNA ഹോസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഹീറ്റ് ഷോക്ക് മെത്തേഡ്. അപ്പോൾ അങ്ങനെ ദിസ് ബാക്ടീരിയ ക്യാൻ ബിക്കം കോമ്പീറ്റൻറ്റ് ഓർ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് സെൽ ബിക്കം കോമ്പീറ്റൻറ്റ് ടു എന്താണ് അറ്റേനോ അല്ലെങ്കിൽ ഒപ്റ്റേനോ അല്ലെങ്കിൽ ടു ഗെറ്റ് ഇൻസൈഡ് എന്തിനെ ഈ പറഞ്ഞ റീകോം DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയോലിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ, ആനിമൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൈക്രോ ഇഞ്ചക്ഷൻ നടത്തുമ്പോൾ, ഡിസാംഡ് പാത്തജൻ വെക്ടർ അഗ്രോബാക്ടീരിയൻ ടുമിഫേഷൻസ് ഉപയോഗിച്ചിട്ട് ഡൈക്രോട്ട് പ്ലാന്റ്സിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, റിട്രോ വൈറസ് ഉപയോഗിച്ചിട്ട് ആനിമൽസിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് റീകോം DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദി ഡിഫറെൻറ്റ് പോയിന്റ്സ്. അപ്പോൾ എല്ലാം വളരെ സ്മാർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ്? In RECOM DNA technology, amplification of gene is done by a process called PCR. But what is PCR? What is the expansion of PCR എന്ന് വീണ്ടും അതേ കാര്യം തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പല ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ നമ്മുടെ സ്കില്ല്, നമ്മുടെ തോട്ട് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. വാട്ട് ഈസ് PCR? മക്കളെ, PCR എന്നാടാ? പോളിമറൈസ്. C എന്നാ? ചെയിൻ. R എന്നാ? റിയാക്ഷൻ. Polymerase chain reaction. Which are the different steps or 3 main steps in PCR? PCR steps are denaturation, denaturation, annealing, extension.
What is denaturation? What is denaturation? Unwinding of DNA. DNA unwind ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? Denaturation. By providing temperature 94 to 96. The annealing is addition of primer at 3' end annealing and extension of primer in 5' 3' direction by Taq polymerase at 72 degrees Celsius is extension of primer. Okay, ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ച് എഴുതുക. Then briefly describe downstream processing. See, നമ്മൾ പറഞ്ഞു downstream processing technologies. See, മക്കളെ downstream processing എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബയോറിയാക്ടറിൽ ബയോസിന്തറ്റിക് സ്റ്റേജ് കഴിഞ്ഞു. ബയോസിന്തറ്റിക് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുക അല്ലേ? ബയോറിയാക്ടറിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതാണ് ബയോസിന്തറ്റിക് സ്റ്റേജ്. പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ന്യൂട്രിയൻസും എല്ലാം കൂടെ മിക്സപ്പാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പം ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൻറ്റിബയോട്ടിക് തന്നെയായിട്ടല്ലല്ലോ, അതിൻ്റെ അകത്ത് മൈക്രോബ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ ആൻറ്റിബയോട്ടിക് എന്ന പ്രൊഡക്ട്സിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ആ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഇതൊരു വലിയ ടെക്നിക്കാണ്. ദാറ്റ് ഇസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എന്ത് വിളിക്കും? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺസ്ട്രീം പ്രോസസ് എന്ന് പറഞ്ഞാൽ SP ആണ്. വാട്ട് ഈസ് SP? SP, S stands for separation and P stands for purification of the product. What is SP? Separation and purification of the product. Separation and purification of the product. Okay? പിന്നെ ആ സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ്. ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ പ്രധാനപ്പെട്ട എന്താ? ക്രിയേറ്റിംഗ് ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം, മൈക്രോബ്സ് ഓർ എൻസൈംസ്. 2, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻ ഫോർ ദ എൻസൈം ടു ആക്ട്. 3, ഡെവലപ്പിംഗ് ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ്. മക്കൾ ഈ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ് ശരിയല്ലെങ്കിൽ തീർന്നു. നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കി, ബയോറിയാക്ടറിൽ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യാനോ പ്യൂരിഫൈ ചെയ്യാനോ അറിയത്തില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജി വഴി നമ്മൾ ഡെവലപ്പ് ചെയ്ത, സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത പ്രോഡക്റ്റ് ഇല്ലേ, ആ സെപ്പറേറ്റ് ചെയ്ത പ്യൂരിഫൈ ചെയ്ത പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തണം. പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഡ്രഗ്സ് വി യൂസ് ഡിഫറെൻറ്റ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ആൻഡ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ്, നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ഏത് പ്രോഡക്റ്റ് ആണെന്ന് ഉപയോഗിച്ചിട്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. അങ്ങനെ പ്രൊഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്ത് പാക്ക് ചെയ്ത് കയ്യിലെത്തും അല്ലേ? സെപ്പറേറ്റ് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, അതിനെ പിന്നെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തുന്നു, പലതരം ബയോഅസേ ടെസ്റ്റുകൾ നടത്തുന്നു. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് വി കണ്ടക്റ്റഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ഈസ് ഫൈനലി റിലീസ്ഡ് ആൻഡ് പാക്ഡ് ഇൻ ദ ഫോം ഓഫ് നമ്മുടെ കയ്യിലുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലോ എനിത്തിങ് എൽസ്, വാട്ട് എവർ ദ പ്രോഡക്റ്റ് നേച്ചർ ദാറ്റ് വിൽ ബി റിലീസ്ഡ്. Okay, that is called downstream processing technology. That's the purpose of second principles of biotechnology, bioprocess engineering. Okay, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ റീകോംബിനന്റ് ടെക്നോളജി, ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു ദിസ്. ആക്ച്വലി ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചാപ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനെ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതും ഓർഡറിൽ പഠിക്കുക, അനലൈസ് ചെയ്ത് പഠിക്കുക, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, and next, different steps in recombinant technology are given below. Arrange them in correct sequential order. Correct sequential order different steps തന്നിട്ടുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേഷൻ നടത്തണം. ബൈ എങ്ങനെയാ DNA ഐസൊലേഷൻ നടത്തുന്നത്? ലൈറ്റ് ക്യാൻസർ ഉപയോഗിച്ചിട്ട് സെൽ വോൾ മുറിക്കുന്നു. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലേസ്, ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനേസ്, ബാക്ടീരിയ സെല്ലാണെങ്കിൽ ലൈസോസൈം, ആൻഡ് സെൽ മെംബ്രെയിൻ ആണ് പ്രോട്ടിയേസ് ലിപ്പേസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആണെങ്കിൽ പ്രോട്ടിയേസ് ലിപ്പേസ്, RNA ആണെങ്കിൽ RNAs കട്ട് ചെയ്യുന്നു, DNA പുറത്ത് ചാടുന്നു. അതിനെ നമ്മൾ ചിൽഡ് എഥനോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു?
നമ്മൾ precipitate ഔട്ട് ചെയ്യുന്നു. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ സ്പൂളിംഗ് എന്ന് വിളിക്കും അല്ലേ? സ്പൂളിംഗ് വഴി സെപ്പറേറ്റ് ചെയ്തു. ആ DNA നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആഡ് ചെയ്ത് സെക്കൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA, cutting of DNA into fragments by restriction endonuclease. ഇപ്പോൾ ഇക്കോ R1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ കട്ട് DNA ആയിട്ട് GATTCയുടെ GQ AQ ഇടയ്ക്ക് രണ്ട് സ്ട്രാൻഡിലും GQ AQ ഇടയ്ക്കുള്ള ഏത് ബോണ്ട് മുറിക്കും? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് മുറിക്കും അല്ലേ? ആൻഡ് ടു ഫോം സ്റ്റിക്കി എൻഡ് ആസ് എ റിസൾട്ട് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് മുറിക്കുമ്പോൾ ആസ് എ റിസൾട്ട് ഹൈഡ്രജൻ ബോണ്ടും കൂടെ ബ്രേക്ക് ആവും. ഹൈഡ്രജൻ ബോണ്ടും കൂടെ ബ്രേക്ക് ആയിട്ട് ടു ഫോം എന്താണ്? സ്റ്റിക്കി എൻഡ്. ഓക്കെ, അതിനുശേഷം ഇതിനെ നമ്മൾ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA fragments. Separation and isolation of DNA fragments by gel electrophoresis. Agarose gel electrophoresis. അല്ലേ? നമ്മൾ വെൽസ് ഉണ്ടാക്കി അതിലേക്ക് DNA fragments ആഡ് ചെയ്യുന്നു. നെഗറ്റീവ് കാഥോഡിൻ്റെ അവിടെയാണ് നമ്മൾ DNA fragments ഒഴിച്ചത്. DNA will move towards positive electrode and based on the size. DNA നമുക്ക് കാണത്തില്ല. നമ്മൾ എഥിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് DNA സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് UV റേസിന് സഹായത്താൽ വി ക്യാൻ സീ ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ഓഫ് DNA. അപ്പോൾ നമ്മുടെ ഡിസൈഡ് DNA ഉണ്ട്, അതിനകത്ത് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഈസ് കോൾഡ് എലൂഷൻ. ഓക്കെ, അതിനുശേഷം അതിനെ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യും? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ബൈ PCR നമ്മളിവിടെ കാണിച്ചിട്ടില്ല ഇതിനകത്ത്. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അതിനുശേഷം ലിഗേഷൻ ഓഫ് DNA ഇൻറ്റു ദ വെക്റ്റർ. ഇവിടെ തന്നിരിക്കുന്ന നാലാമത് ഇത് വെക്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുവേണ്ടി വെക്റ്ററിനെ നമ്മൾ കട്ട് ഓപ്പൺ ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിലേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യും അല്ലേ? ബൈ ലീഗേസ് ഉപയോഗിച്ചിട്ട് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. നൗ ഫോം റീകോമിനൻറ്റ് DNA. എന്തുണ്ടാക്കുന്നു? റീകോമിനൻറ്റ് DNA. എന്നിട്ട് ആ റീകോം DNA നമ്മൾ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും? റീകോം DNA ടു ദ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. Recom DNA introduced in the host and now host become genetically modified. Or transgenic or transformant ആയി മാറി. അതിനുശേഷം അതിനെ നമ്മൾ കൾച്ചർ ചെയ്യും. ഹോസ്റ്റിനെ നമ്മൾ ലാർജ് സ്കെയിൽ കൾച്ചർ ചെയ്യുന്നതാണ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിൽ ബയോസിന്തറ്റിക് സ്റ്റേജ് നടത്തും. നമ്മൾ ലാർജ് സ്കെയിലിൽ അതിനെ കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്തിട്ട് ഒബ്റ്റെയിൻ ദ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് കിട്ടിയ അതിനെ നമ്മൾ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ബൈ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചാപ്റ്ററിനെ തന്നെ പറയുന്ന ഒരു സമ്മപ്പാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. മക്കളെ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ സബ്ജക്റ്റിന് ചോദിക്കുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഒബ്ജക്റ്റീവിനും ചോദിച്ചിരുന്നു എന്നുള്ള. ഇതേ വർഷം തന്നെ ഒബ്ജക്റ്റീവിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പം ബയോളജിയെ സംബന്ധിച്ച് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് വർക്കർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്കോർ. യു ക്യാൻ സ്കോർ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കെയിം ടു നോ അബൌട്ട് റീകോം DNA ടെക്നോളജി. റീകോം DNA ടെക്നോളജിയെക്കുറിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അറിഞ്ഞു. They want to know how scientists can produce a desired product using Recom DNA technology. Can you give them an idea about the important steps involved in this process? Recom DNA ഉണ്ടാക്കാനുള്ള പ്രോസസ് എന്നാ പറ? ഒന്ന്, DNA ഐസൊലേറ്റ് ചെയ്തു, DNA പുറത്തെടുത്തു, റൈറ്റ്? രണ്ടാമതിന് എന്ത് ചെയ്തു? DNA ഫ്രാഗ്മെന്റ് ചെയ്തു ബൈ DNA ഫ്രാഗ്മെന്റ്സ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിനെ നമ്മൾ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി ആ കിട്ടിയ ഫ്രാഗ്മെന്റിനെ ഒരുത്തിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ദാറ്റ് ഫ്രാഗ്മെന്റ് ബൈ PCR. PCR വഴി ആംപ്ലിഫൈ ചെയ്തതിനെ നമ്മൾ എടുത്തിട്ട് ആ DNA എടുത്തിട്ട് നമ്മൾ ഇൻസേർഷൻ ഇൻ ടു ദ വെക്റ്റർ, റൈറ്റ്? വെക്ടറിലേക്ക് DNA കയറ്റി now form recombinant DNA. And then recom DNA insert into the host. ഹോസ്റ്റിലേക്ക് recom DNA insert ചെയ്തു. Now host is genetically modified organism or transgenic or transformant ആയി മാറി.
And this transformant is again culture in bioprocess engineering in bioreactors and produce product in desired quantities. Okay. And then separation and isolation. And based on the nature of the product, downstream processing technology separate different direction and produce that particular product packed and release and market. Okay. Makle, that's about this beautiful chapter. That's about this beautiful chapter, biotechnology, principles and processes. വളരെ സ്മാർട്ടായിട്ട് പഠിക്കുക ബയോടെക്നോളജി ഡെഫിനിഷൻ EFBയുടെ ഡെഫിനിഷൻ അതേപോലെ 2 പ്രിൻസിപ്പിൾസ് അതിൻ്റെ ഓരോ പോയിന്റ് റീകോം DNA അതേപോലെ തന്നെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയസ് IND2 അതേപോലെ പ്രിൻസിപ്പിൾസിലെ റീകോം DNA ടെക്നോളജി അതിൻ്റെ ടൂൾസ് അതിൻ്റെ പ്രോസസ്സസ് അതേപോലെ തന്നെ സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സ്കോർ നമുക്ക് കിട്ടേണ്ട ഒരു ചാപ്റ്ററാണ് നന്നായി പഠിക്കുക ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അവിടെ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് പറയുന്നത് അഗ്രികൾച്ചറിലും മെഡിക്കൽ മെഡിസിൻ്റെ ഫീൽഡിലും അതേപോലെ തന്നെ ട്രാൻസ്ജനിക് ആനിമൽസിനെ കുറിച്ചൊക്കെയാണ് ബയോടെക്നോളജി ആപ്ലിക്കേഷനെ പറയും 2 ചാപ്റ്ററും ഏതാണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ലൈക്ക് ജെനറ്റിക്സ് 1 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും മോളിക്കുലാർ ബേസിസും ഒക്കെ പോലെ ഏറ്റവും നന്നായി പഠിക്കുക ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കുക വർക്ക് ചെയ്യുന്നതിൽ ഇഷ്ടത്തോടെ പഠിക്കുക മടി കാണിക്കാതിരിക്കുക achieve your goal and you just try on നന്നായി try ചെയ്യുക until you achieve your goal. God bless you. Thank you.